നമസ്കാരം. ഈ വർഷത്തെ ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയാകുന്നത് പാകിസ്ഥാനാണ്. ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകാൻ വിസമ്മതം അറിയിച്ചതിനാൽ തന്നെ ഹൈബ്രിഡ് മാതൃകയിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. അതായത് ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിലാണ് നടക്കുന്നത്. നിരവധി തവണ ചർച്ചകൾ നടത്തിയതിന് ശേഷമായിരുന്നു ഇന്ത്യയുടെ മത്സരങ്ങൾ UAE-യിൽ നടത്തുന്നതിന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പച്ചക്കൊടി വീശിയത്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രമല്ല, ചാമ്പ്യൻസ് ട്രോഫി പൂർണ്ണമായും പാകിസ്ഥാനിൽ നിന്ന് മാറ്റാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള നാഷണൽ സ്റ്റേഡിയം, ലാഹോറിലെ ഗദാഫി സ്റ്റേഡിയം, റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നിവിടങ്ങളിലാണ് ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ക്രമീകരിച്ചിരുന്നത്. ടൂർണമെന്റ് തുടങ്ങാൻ വെറും 40 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോഴും ഈ മൈതാനങ്ങളിലെ നവീകരണ പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടില്ല. 3 വേദിയും മത്സര സജ്ജമാകുന്നതിന് ഏറെ അകലെയാണ് എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സ്റ്റേഡിയത്തിലെ പണികൾ ആരംഭിച്ച പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഡിസംബർ 31-ന് 3 വേദികളും മത്സരയോഗ്യമാക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ അതിലവർ പരാജയപ്പെട്ടു. പൂർണ്ണമായും മത്സര സജ്ജമാക്കി ഫെബ്രുവരി 12-ന് മുൻപ് 3 വേദികളും PCB ICC-ക്ക് കൈമാറേണ്ടതായി ഉണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് അതിന് സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ട്. അടിസ്ഥാനപരമായുള്ള പ്രശ്നങ്ങൾ പോലും ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഗ്രൗണ്ടുകളിലെ എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്റ്റേഡിയങ്ങൾ പറഞ്ഞ തീയതിക്കുള്ളിൽ സജ്ജമായില്ല എങ്കിൽ ICC ചാമ്പ്യൻസ് ട്രോഫി പൂർണ്ണമായും പാകിസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് മാറ്റാൻ ICC തീരുമാനിച്ചേക്കും എന്നാണ് സൂചനകൾ. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച അഭിമാന പ്രശ്നം കൂടിയായിരുന്നു. കാരണം ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കാൻ വിസമ്മതിച്ചതിനെ വലിയ രീതിയിൽ പരിഹസിച്ചവരാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അടക്കമുള്ളവർ. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു അഭിമാന പ്രശ്നം, ഈ ഒരു മത്സരം നടന്നില്ല എങ്കിൽ, പാകിസ്ഥാനിൽ വെച്ച് നടന്നില്ല എങ്കിൽ അത് വലിയ ചോദ്യങ്ങൾക്കായിരിക്കും അവർ മറുപടി പറയേണ്ടി വരിക. എന്തായാലും മത്സരങ്ങൾ പാകിസ്ഥാൻ പുറത്താണെങ്കിൽ UAE ആകും ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുക. വളരെ നിരാശാജനകമാണ് പാകിസ്ഥാനിലെ ചിത്രങ്ങൾ. 3 സ്റ്റേഡിയവും തയ്യാറാകുന്നതിൽ നിന്ന് ഏറെ അകലെയാണ്. നവീകരണമല്ല, മറിച്ച് നിർമ്മാണങ്ങളാണ് അവിടെ നടക്കുന്നത്. സീറ്റുകൾ, ഫ്ലഡ് ലൈറ്റുകൾ, ഔട്ട്ഫീൽഡ്, പ്ലേയിങ് ഏരിയ എന്നിവിടങ്ങളിലെല്ലാം ഇനിയും ഒട്ടേറെ പണികൾ നടക്കാനുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം കാലാവസ്ഥയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിന് കാരണമാകുന്നുണ്ട് എന്നാണ് പാകിസ്ഥാൻ നൽകുന്ന വിശദീകരണം. എന്നാൽ ICC നൽകിയ സമയത്തിനുള്ളിൽ സ്റ്റേഡിയം മത്സര സജ്ജമാക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇപ്പോഴും ഉള്ളത്. വേദികളുടെ അവസ്ഥ വിലയിരുത്താൻ ICC ഒരു സംഘത്തെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ പോവുകയാണ്. ഫെബ്രുവരി 12-നുള്ളിൽ ICC-ക്ക് വേദികൾ കൈമാറിയില്ല എങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി പൂർണ്ണമായും പാകിസ്ഥാൻ മറക്കേണ്ടി വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇതിനകത്ത് തന്നെ പാകിസ്ഥാന് ഇത്രയും പ്രതിസന്ധികൾ മറികടക്കാൻ കഴിയുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്.